ഇന്നിപ്പോൾ കർക്കിടക മാസം 1-ാം തീയതി രാവിലെ തന്നെ അസല മഴ അങ്ങോട്ട് കാച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ എത്തിയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇന്ന് ദോശയ്ക്ക് എന്താണ് ചമ്മന്തി? ഇന്ന് ചമ്മന്തി തേങ്ങാ ചമ്മന്തി, തേങ്ങ ചമ്മന്തി, തേങ്ങയും മുളകും ഒക്കെ ഇട്ടിട്ട്. മതിയില്ലേ മുളക്? ഇന്നൊക്കെ നേരത്തെ കുളിച്ചിരിക്കണോ നോക്കട്ടെ. ഇന്ന് 1-ാം തീയതി അല്ലേ? കർക്കിടക മാസം 1-ാം തീയതി. 1-ാം തീയതി മാത്രമേ ഞങ്ങൾ കുളിക്കാറുള്ളൂ അല്ലേ? അതൊന്നുമല്ല, 1-ാം തീയതി ദിവസം രാവിലെ നേരത്തെ കുളിക്കും. അല്ലാത്ത ദിവസം പണിയൊക്കെ ഒരുങ്ങിയിട്ട് കുളിക്കും. കയ്യൊക്കെ കെട്ടു. ഇന്നലെ മൈലാഞ്ചി ഇട്ടത്. സൃഷ്ടി എവിടെ? സൃഷ്ടിയും ഞാനും മാത്രമേ ഇട്ടിട്ടുള്ളൂ, ആരും ഇട്ടിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ സംക്രാന്തി സ്പെഷ്യൽ മൈലാഞ്ചി. സംക്രാന്തി എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം 1-ാം തീയതി ഉള്ളതാണ് സംക്രാന്തി എന്ന് പറയുന്നത്. ഇന്ന് സംക്രമത്തിന് ഇവിടെ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, സംക്രാന്തിക്ക് ഇതുപോലെ മൈലാഞ്ചി ഇടും, പിന്നെ ദോശ ഉണ്ടാക്കും, പിന്നെ ചിക്കൻ കറി. ചിക്കൻ കറി പറയുമ്പോൾ കോഴിയും കുമ്പളങ്ങയും ഇട്ടിട്ട് ഒരു പാലക്കാട്ടുകാരൻ്റെ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കും. പിന്നെന്താണ് എല്ലാവരുടെയും രാമായണ മാസം, അതായത് ഇന്ന് 1-ാം തീയതി തുടങ്ങിയ കർക്കിടകം 1 തുടങ്ങിയ നോൺ വെജ് ഒന്നും വെക്കില്ല ചിലവിടെ. പക്ഷെ പാലക്കാട്ടുകാർ അന്ന് ദിവസം തന്നെ 1-ാം തീയതി തന്നെ നോൺ വെജ് വെക്കുന്നൊരു ശീലമാണ് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് ഇവിടെ ഒന്നും വെക്കില്ല. ഞങ്ങൾ ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ചിക്കൻ കറിയൊന്നുമില്ല. ദോശയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം, അതും ചമ്മന്തിയാണ്. പറ്റിയാൽ ഇന്ന് അമ്പലത്തേക്ക് പോകണം. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം അമ്പലത്തേക്ക് പോകാൻ. അപ്പോൾ രാവിലെ അടുക്കളയിൽ ചായ ഇടലും ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം തന്നെ പോയി റെഡിയായി. അപ്പോൾ ഞാൻ റെഡിയായിട്ട് പോകണമെന്ന് കണ്ടപ്പോൾ ചിട്ടിക്കുട്ടിയും വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ അമ്പലത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവളും കുളിക്കാനായിട്ട് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ മുടിയൊക്കെ ഒന്ന് തോർത്തി അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളും റെഡിയായിട്ട് വരുമ്പോഴേക്കും മഴ ഇങ്ങനെ ചെന പെയ്തുകൊണ്ടേയിരിക്കണം. നല്ല മഴയില്ല, പക്ഷേ എന്നാലും നമുക്ക് പോകാനായിട്ട് പറ്റൂല, അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു 9:30 വരെയൊക്കെ ഞാനിങ്ങനെ നോക്കിയിരുന്നു, മഴ തോരും എന്നിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ നോക്കുമ്പോൾ അവസാനം മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ ചിട്ടീനെയും കൊണ്ടുപോകുമ്പോൾ മഴപ്പാറ്റിലും കൊണ്ടുപോയിട്ട് വല്ല അസുഖവും വരുത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മടിച്ച് നിന്നു കേട്ടോ. പോകണമെന്നുണ്ട്, പക്ഷേ ഏട്ടനാണെങ്കിൽ മഴ കണ്ടപ്പോൾ പോകണ്ട ചീത്ത പറഞ്ഞു. എന്തായാലും മഴ നനഞ്ഞിട്ട് ഇനിയിപ്പോൾ വല്ല അസുഖവും വരുത്തി വെക്കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടന് 9:30 ആയപ്പോൾ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം സമയമായല്ലോ, 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആൾ നേരത്തെ കഴിച്ചിട്ട് പോണതാണ് ജോലിക്കൊക്കെ പോണ സമയത്ത്. ഇന്നിപ്പോൾ ജോലിയൊന്നും ഇല്ല കേട്ടോ. ജോലിയൊന്നും ഇല്ല പറഞ്ഞപ്പോൾ ഇന്നലെ മുതൽ ലീവാണ്. മഴ ഒരു രക്ഷയില്ല, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പണിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുറേയല്ല, ഇപ്പോൾ പണിയില്ല കേട്ടോ. ഒരാഴ്ച ആവാനായിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ ആൾ സ്റ്റഡി ലീവിലാണ്. അപ്പോൾ എന്തായാലും രാവിലെ എപ്പോഴും നേരത്തെ കഴിച്ച് ഏട്ടന് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും കഴിക്കാനായിട്ട് വേണം കേട്ടോ. വിശക്കുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഏട്ടനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും മഴയൊന്നും അങ്ങോട്ട് ഒരു 10 മിനിറ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊന്നും അയച്ചു വെച്ചിട്ടില്ല. എന്നിട്ടും നോക്കുമ്പോണ്ട് മഴയൊന്നും അങ്ങോട്ട് തോരേണ്ട ലക്ഷണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ചാരുവിന് ഭയങ്കര സന്തോഷമായിട്ട് എന്നെ കൂട്ടാണ്ട് പോകാൻ നിന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആൾക്കാണെങ്കിൽ കുളിക്കാനും മടി. അപ്പോൾ കൂട്ടാണ്ട് പോകണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പരാതിയുമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഏട്ടനെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ മഴ പോവുമോ എന്നും പറഞ്ഞിട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയൊന്നും പോകണില്ല, അതങ്ങനെ പാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മൈലാഞ്ചി ഇട്ട കൈയും കൊണ്ട് ഇങ്ങനെ പട്ടി ഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? എനിക്കിങ്ങനെ മൈലാഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതിനേക്കാളും ഇതാണ് കുറച്ചും കൂടെ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ പിന്നെ എന്താ ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ മിണ്ടാതെ നിന്നു കേട്ടോ. 9:30 വരെ ഇങ്ങനെ കാത്ത് നിന്നു. മഴയൊക്കെ തോരുമല്ലോ ഇപ്പം തോരും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ എന്തായാലും
ശരി എന്നാൽ പിന്നെ ഇന്നിപ്പോൾ എന്തായാലും 1-ാം തീയതി തന്നെ മുടക്കുവാണെന്നും പറഞ്ഞിട്ട് ഒരു വഴിക്ക് നമ്മൾ റെഡിയായിട്ട് നിന്നിട്ട് പിന്നെ പോകാൻ പറ്റാണ്ടിരുന്ന നമുക്കൊരു എന്താ പറയുക മനസ്സിലേക്ക് വല്ലാത്തൊരു ഇതാണല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും വരുന്നവിടെ വെച്ച് വരട്ടെ എന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോകണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് പിന്നെ വീണ്ടും ദോശയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുത്തു. പിന്നെ ഞാനും കഴിച്ചു. അതിന് ശേഷം അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള അരിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് അരിയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്ക് എന്താ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ സംക്രാന്തി ദിവസം ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ഒരു പതിവാണ് കേട്ടോ. അവിടെ പാലക്കാട് അങ്ങനെയാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ കൊല്ലംകോടൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ചിലവരൊക്കെ ഒരു മാസം ഫുള്ളും വ്രതമായിരിക്കും, നോൺ വെജൊന്നും കഴിക്കില്ല, പ്രത്യേകിച്ച് ഈ രാമായണം വായിക്കുന്ന വീടുകളിൽ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ചിക്കനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ കർക്കിടക വാവിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 1-2 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. 1-ാം തീയതി തന്നെ ചിക്കനൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പോൾ ചിക്കനൊന്നും വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ കറി എന്ത് വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് ഒരു കൈപ്പയ്ക്ക കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു കൈപ്പയ്ക്കയല്ലേ ഉള്ളൂ, അതിപ്പോൾ വറുക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാലും വറുത്താൽ തികയില്ല. അപ്പോൾ വിചാരിച്ചു എന്തായാലും കറി എന്തെങ്കിലും ചാറ് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ കൈപ്പയ്ക്ക വെച്ചിട്ട്, അതായത് പാവയ്ക്ക വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മോര് കറി എന്ന് പറയുമ്പോൾ കൈപ്പയ്ക്ക വെച്ച് ഉണ്ടാക്കുമോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ ഞാനും ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. യൂട്യൂബിൽ ആരുടെയോ വ്ളോഗ് ഇങ്ങനെ കണ്ടപ്പോൾ അതിലിങ്ങനെ പാവയ്ക്ക വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കണത് കണ്ടു. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ശരി എന്നാലും ഫ്രിഡ്ജിൽ ഒരു കയ്പ്പയ്ക്ക ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുതാക്കി അരിഞ്ഞു. അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ച് എണ്ണയിലിട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ മോര് കറിക്ക് എന്തൊക്കെയാണ് ചേർക്കുക, നമ്മൾ ജീരകം, കുരുമുളക്, നാളികേരം, വെളുത്തുള്ളി ചേർക്കണവരുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ അങ്ങനെ അധികം വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കുക. പിന്നെ നമ്മൾ പാവയ്ക്ക വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ തന്നെ എണ്ണ ബാക്കി ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് നുള്ളിയിടാം കേട്ടോ. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ മോര് കറി എങ്ങനെയാണ് ഉണ്ടാക്കുക, മോര് കറിയല്ല മോര് കാച്ചണതുണ്ടല്ലോ, സെയിം അത് തന്നെയാണ് കേട്ടോ. മോര് കാച്ചിയിട്ട് നമ്മൾ ഈ പാവയ്ക്ക വറുത്തത് അതിലിടും. പിന്നെ അവസാനം നമ്മൾ മോര് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അത് ഒഴിക്കുകയാണ് കേട്ടോ. സെയിം അത് തന്നെയാണ്, പക്ഷെ പാവയ്ക്ക ചേർക്കണമെന്നേ ഉള്ളൂ. പാവയ്ക്ക ഇങ്ങനെ വറുത്തിട്ട് ചേർക്കണത് കൊണ്ട് കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒരു നുള്ളും മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്കെന്തോ ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതിയാവില്ല എന്ന് തോന്നി. അപ്പോൾ ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്താൽ കുറച്ച് എരിവും കിട്ടും, ഇത്തിരി എന്താ പറയുക ഒരു കളറും ഉണ്ടാവും, ഒരു ഓറഞ്ച് കളർ പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർത്തത്. പിന്നെ ഇത്തിരി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തു, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക നല്ലോണം അങ്ങോട്ട് കരിയാനായിട്ട് നിൽക്കണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരപ്പ് എന്ന് പറയുമ്പോൾ തേങ്ങയും കുരുമുളകും ജീരകമൊക്കെ കൂടെ അരച്ചെടുത്തില്ലേ, അത് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. തേങ്ങൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ പാവയ്ക്ക, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പാവയ്ക്കൻ്റെ പകരം എനിക്ക് തോന്നുന്നു ഈ ചേന ഉണ്ടല്ലോ, നമ്മൾ സെയിം ചേന ഇതേപോലെ വറുത്തിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഇനി പറ്റുമ്പോൾ ചേനയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് നോക്കണം. അപ്പോൾ അതും നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു പാവയ്ക്കേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്കായത്. അപ്പോൾ ഞാൻ എന്തായാലും അത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച പാവയ്ക്കയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയപ്പോൾ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഒരു 10:30 വരെ മഴ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ കുറച്ച് വെയിൽ ഉറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കൊക്കെയാണ് നല്ല മഴ അങ്ങോട്ട് പെയ്തത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പോക്ക് മുടക്കാനായിട്ട് വന്നതായിരിക്കും തോന്നുന്നു മഴ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ആ ഒരു അമ്പലത്തിൽ പോക്കും മുടങ്ങി. അങ്ങനെ
ആ ഒരു വിഷമം അങ്ങനെ മനസ്സിൽ തന്നെ ഉണ്ട്. കാരണം നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ പോകാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം അല്ലേ, അതാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, രാവിലത്തെ കാര്യം അങ്ങനെയൊക്കെ ആയി. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ കയ്പ്പയ്ക്ക ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം, കയ്പ്പയ്ക്ക വെന്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ വറുത്തപ്പോൾ തന്നെ അങ്ങോട്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഇട്ട് തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ അവസാനം നമ്മൾ മിക്സിൻ്റെ ജാറിൽ നമ്മുടെ തൈര് ഉണ്ടല്ലോ, നല്ല പുളിയുള്ള തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് തൈര് ചേർത്ത പിന്നെ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. കറിവേപ്പില നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ തന്നെ കറിവേപ്പില ഇടുക. അപ്പോൾ ഇവിടെ കറിവേപ്പിലയൊന്നും വലിക്കാനായിട്ട് എനിക്ക് പോകാനായിട്ട് വയ്യ മഴയത്ത്, അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അസൽ പാവയ്ക്ക വെച്ചിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു മുളക് ഉണ്ടായിരുന്നു, ഉണ്ടമുളക് ഉണ്ടല്ലോ അത്, അപ്പോൾ അത് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉണ്ടമുളക് വറുത്തതും മോര് കറിയും ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും വെക്കില്ല, അല്ലെങ്കിൽ പിന്നെ ഉണക്കമീനോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ പൊരിക്കണതാണ് പതിവ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ പാവയ്ക്ക വെച്ചിട്ടുള്ള മോര് കറിയും ഉണ്ടമുളക് വറുത്തതും പൊള്ളമുളക് വറുത്തതും കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ബാക്കി. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ നമ്മളല്ലല്ലേ കഴിക്കുന്നത്. അപ്പോൾ മോര് കറി നല്ല അടിപൊളി മോര് കറി ആയിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോര് കറിക്ക്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാ ചാരുവിനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലല്ല, എന്താണ് ഒരു ഡോക്ടറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. എപ്പോഴും നമ്മൾ ഇവിടെയാണ് കാണിക്കുന്നത് സ്ഥിരമായിട്ട്. അപ്പോൾ എന്തായാലും അവൾക്ക് ഭയങ്കര ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട്, വയറുവേദന അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 3-4 ദിവസമായി ഇങ്ങനെ വയറുവേദന എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറിനെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ വയറുവേദന എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഇങ്ങനെ എന്താണ് വയ്യാണ്ടായിട്ട് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊരു ചെറിയൊരു പേടി കൊണ്ട് പെട്ടെന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു, തൽക്കാലം മരുന്നൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടവർ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.